പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപിക്കുവാൻ ചെയ്യേണ്ട മേഖലകളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിൽ നിറയേണ്ട മേഖല, ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിന് ശേഷവും സ്നാപയോഹന്നാന്റെ ജ്ഞാനത്തിന് ശേഷവും വചനം പ്രസംഗിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെക്കുറിച്ചും അതുപോലെ തന്നെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന മേഖലകളെക്കുറിച്ചും കാറ്റ് അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വീശുമെന്നുള്ള ആ കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവിധ തരത്തിലുള്ള പേരുകൾ പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ബൈബിളിൻ്റെ ആരംഭം തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. POC ബൈബിളിൽ ദൈവത്തിൻ്റെ ചൈതന്യമെന്നും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും ആണ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്, വിവർത്തനം ചെയ്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ചൈതന്യം എന്ന് പറയുന്നതും ആത്മാവ് തന്നെയാണ്. ആത്മാവ് തന്നെയാണ് ചൈതന്യവും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ചൈതന്യം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ പറയുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം. ആ ചൈതന്യം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവാണ് വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നത്. ഇന്നൊരു വ്യക്തിക്ക് ചലനം ഉണ്ടെങ്കിൽ ആ ചലനത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റിനകത്തും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കൊടുങ്കാറ്റടിച്ച സമയത്ത് ആത്മാവിനെ കണ്ടില്ല, എന്നാൽ മന്ദമാരുതനടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ മന്ദമാരുതനിലൂടെ കടന്നു വരുന്നതായിട്ട് രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊരു ചെറിയ ധ്യാനം നടത്തുകയാണ്, പഠനം മാത്രമല്ല ധ്യാനം നടത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുവെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലും, ഓരോരുത്തരുടെയും ജീവിതത്തിലും, ഓരോരുത്തരുടെയും ശിരസ്സിന് മുകളിലും, ഓരോ കുടുംബത്തിൻ്റെ മുകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഉണ്ട്. അത് ചലിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല, അത് കാണുന്നില്ല, അതറിയുന്നില്ല. പലപ്പോഴും നമുക്കത് അനുഭവിക്കുവാൻ പറ്റുന്നില്ല. അനുഭവിക്കുവാൻ പറ്റണമെങ്കിൽ നമുക്കതേക്കുറിച്ച് അറിവുണ്ടാകണം. പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, ഈ അറിവ് നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം നിറഞ്ഞു നിന്നിരുന്നു. അതായത് ദൈവത്തിൻ്റെ ചൈതന്യം ഇതിൻ്റെ എല്ലാം മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ചലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭവനമായിക്കോട്ടെ, നമ്മൾ ആയിരിക്കുന്ന ഏതവസ്ഥയുമായിരിക്കട്ടെ, അതിന് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നപ്പോഴും ആ ദാനിയേലിന് ചുറ്റും, ആ ദാനിയേലിൻ്റെ മുകളിലും ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ആ ചൈതന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സിംഹത്തിന് ഈ പറയപ്പെട്ട ദാനിയേലിനെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. തീച്ചൂളയിലേക്ക് എറിഞ്ഞ 3 യുവാക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ കത്തിപ്പടർന്നു നിന്ന ആ തീയുടെ ഉള്ളിൽ പോലും ആ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നതിൻ്റെ പേരിലാണ് ആ യുവാക്കൾക്ക് പൊള്ളലേൽക്കാഞ്ഞത്. ഇനി നമ്മളൊന്ന് തിരിച്ചറിയുക, ഫറവോ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 38 തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഫറവ ജോസഫിനെ കുറിച്ച് പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന് 38 പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ചൈതന്യം. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഒരു വിജാതീയനായിരുന്ന, ഒരു ഭീകരനായിരുന്ന വ്യക്തിയാണിത് പറയുന്നത്. ആ വ്യക്തിയുടെ നാവിലൂടെ ആ വ്യക്തിക്ക് തിരിച്ചറിഞ്ഞു, ഈ മനുഷ്യനിൽ ആത്മാവ് കുടികൊള്ളുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നവനാ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തിരുസഭയിൽ സ്ഥൈര്യലേപനം എന്ന കുദാശ സ്വീകരിച്ച ഓരോ വ്യക്തിയും ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ആ വ്യക്തിയിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ചുറ്റും ആത്മാവിൻ്റെ ചൈതന്യമുണ്ട്. പക്ഷെ അത് കാണുവാൻ വേണ്ടിയിട്ടുള്ള കണ്ണ് നമ്മുടെ തുറക്കപ്പെട്ടിട്ടില്ല. പത്രോസിൻ്റെ ലേഖനം വായിച്ചാൽ 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് ഫിലിപ്പിയർ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഓരോ മനുഷ്യനും മനസ്സിലാക്കട്ടെ, ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്ന്. മറ്റുള്ളവരെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക, അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്കെതിരെ തിന്മ പറയുമ്പോൾ അവരിൽ വസിക്കുന്ന ആ ആത്മാവിനെതിരെയായിട്ട് നമ്മൾ തിന്മ പറയുന്നത് എന്ന ചിന്തയും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിന് വിവിധ പേരുകളുണ്ട് എന്ന് തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു. ആത്മാവ്, ചൈതന്യം എന്നെല്ലാം അവിടുന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണെന്നുള്ള ആ ചിന്ത ഉള്ളിലേക്ക് കടന്നു വരുവാനും മറ്റുള്ളവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന ചിന്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയുവാനും ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.